പക്ഷേ ഇപ്പോൾ ചെയ്തേക്കുന്ന ഈ നടപടി എന്ന് പറഞ്ഞാൽ ഈ എവിഡൻസ് പ്രിസർവ് ചെയ്യണമെന്ന് അവർ പറയുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇത് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കൊടുത്തേക്കുന്നതെങ്കിൽ പോലും അതല്ലാതെ ഹൈക്കോടതി കൊടുക്കാമായിരുന്നു. അത് മജിസ്ട്രേറ്റ് കോടതി എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ മാത്രം മതി, അങ്ങനെ ഓർഡർ ചെയ്യുന്നില്ലെങ്കിൽ മാത്രം മതി ചെയ്യാൻ. പക്ഷേ അത് എവിഡൻസ് കളക്ഷനാണ്. ഈ കുടുംബാംഗങ്ങൾ നേരത്തെ തന്നെ എത്രയും പെട്ടെന്ന് ഈ തെളിവുകൾ നശിപ്പിക്കുന്നത് വരെ നോക്കിയിരിക്കാതെ ഇതിന് ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനായിട്ടുള്ള ഒരു നടപടിയെടുക്കേണ്ടതാണ്. ഇൻവെസ്റ്റിഗേഷൻ അട്ടിമറിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അതിന് പോലീസിന് മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം കണ്ണൂരിൻ്റെ മുഖ്യമന്ത്രി എന്നറിയപ്പെട്ടിരുന്ന ഒരാളിനെതിരെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ പോലീസിൻ്റെ കൈകളും ബന്ധിക്കപ്പെട്ടിരിക്കും. ഇത്രയും പേരുടെ ഫോണിലെ ഈ കോൾ ഡീറ്റെയിൽസ്, ആ കോൾ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ വരും. അതായത് കോൾ ഒറിജിനേറ്റ് ചെയ്തേക്കുന്നത് എത്ര മണി എന്നാണ്, ഡേറ്റ്, കോൾ ഒറിജിനേറ്റ് ചെയ്തേക്കുന്ന ടൈം, കോൾ അവസാനിച്ചേക്കുന്ന ടൈം അത് കാണും. പിന്നെ ടവർ ലൊക്കേഷൻ, ഏത് ടവറിൻ്റെ ലൊക്കേഷൻ, ഇത്രയും ഉള്ളൊരു ചാർട്ട് സാധാരണ അവർ തരാറുണ്ട്. കോടതിയിലൊക്കെ എൻ്റെ മുമ്പിലൊക്കെ ഒരുപാട് കിട്ടിയിട്ടുള്ളതാണ്. നാണമില്ലേ നമ്മുടെ ബഹുമാനിപ്പനായ ആഭ്യന്തരമന്ത്രി? ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ? ഇതൊക്കെ ഈ രീതിയിൽ വേണമെന്ന് നിങ്ങൾ തന്നെ ഉത്തരവ് കൊടുക്കണ്ടേ? ഇത് കോടതി പോകേണ്ട കാര്യമുണ്ടോ? ഇത് പോലീസ് ഉദ്യോഗസ്ഥർ വേണ്ടേ ഇത് കാണാൻ? ഇവിടെ DGP മുതൽ താഴോട്ടുള്ള ആളുകളുണ്ടല്ലേ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വരെ, അവർ കാണണ്ടേ? ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ വേർപാടിന് ശേഷം, മരണമെന്ന് ഞാൻ മരണമെന്നേ പറയുന്നുള്ളൂ, കാരണം എനിക്ക് അതിനകത്ത് ഇതുവരെ ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല ഇതെന്താണെന്ന്. വേർപാടിന് ശേഷം ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന കാര്യം ഇങ്ങനെ എഴിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ എന്താ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഏതായാലും ഇത് ഇങ്ങനെ ഒരു കാര്യത്തിനാണെന്നെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോഴേ റിപ്പോർട്ട് കൊടുക്കാവുന്നതാണ്. അതൊന്നും അവിടെ കണ്ടില്ല. മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇതിനകത്ത് സംശയത്തിൻ്റെ മുനയിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. ഒന്ന്, ഈ ശ്രീമതി PP ദിവ്യ ആരോപണ വിധേയാണ്. രണ്ടാമത്തെ ആൾ അവിടുത്തെ വേറെ ആരുമല്ല, കണ്ണൂർ ജില്ലാ കളക്ടർ. മൂന്നാമത്തെ ആൾ ഈ അപേക്ഷയ്ക്ക്, അതായത് നെയിം ലെൻഡറായിട്ട്, അതായത് പേരുകാരനായിട്ട് മാത്രം നിന്ന പ്രശാന്തോ പ്രശാന്തനോ, അത് അയാൾക്ക് അറിഞ്ഞുകൂടാ അയാളുടെ പേരെന്താണെന്ന്. അതാണ് അയാൾ. ഇവരെ ഇത്രയും ആളുകളുടെ അവരുടെ സ്വകാര്യ ഫോണുകളിലെ ആ സംഭാഷണങ്ങൾ യഥാർത്ഥത്തിൽ വളരെ നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഏതാണ്ട് ഒരു 3 മാസമായിരുന്നു മുമ്പ്. ഇപ്പോൾ എത്ര 6 മാസമാണെന്ന് എനിക്കറിയില്ല. അതിൽ കൂടുതൽ 3 മാസത്തിൽ കൂടുതൽ ഒന്നും കമ്പനികൾ സൂക്ഷിക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല അവർക്ക്. അത് പിന്നെ അങ്ങ് പോവും, ഓട്ടോമാറ്റിക്കലി ആ സിസ്റ്റത്തിൽ നിന്ന് തന്നെ അങ്ങ് പോവും. ആ രീതിയിലാണ് സെർവർ അവർ ക്രമീകരിച്ചേക്കുന്നത്. ആ ഫോൺ കോളിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞാൽ അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും മാത്രം വിചാരിച്ചാൽ ഒക്കത്തില്ല. അതായത് ഓരോ ജില്ലാ പോലീസ് മേധാവി അപ്ലൈ ചെയ്താൽ മാത്രമേ ഇത് സാധാരണഗതി കൊടുക്കാറുള്ളൂ. അപ്പോൾ ഈ കോളുകൾ, അതായത് നവീൻ ബാബുവിൻ്റെ ഫോണിൽ നിന്നുള്ള കോളുകൾ, അതിൻ്റെ കോൾ ഡീറ്റെയിൽസ്, അതിൻ്റെ ഫോണിൻ്റെ ലൊക്കേഷൻ, അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ 3 പേരുടെ, അതായത് ദിവ്യ, ജില്ലാ കളക്ടർ, പിന്നെ പ്രശാന്തൻ, ഇവരെ ഇത്രയും പേരുടെ ഈ ഫോണിലെ ആ കോളുകൾ, ഈ സമയങ്ങളിലുണ്ടായ കോളുകൾ, അവരിപ്പോൾ അത് കുടുംബാംഗങ്ങളെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തത് 31 ഒക്ടോബർ 1 മുതൽ ഉള്ള കോളുകൾ വേണം, അത് അതിൻ്റെ ഡീറ്റെയിൽസ് സൂക്ഷിക്കണം, കീപ്പ് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്, ആവശ്യപ്പെട്ടേക്കുന്നത് കോടതിയിൽ എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്രയും പേരുടെ ഫോണിലെ ഈ കോൾ ഡീറ്റെയിൽസ്, ആ കോൾ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ വരും. അതായത് കോൾ ഒറിജിനേറ്റ് ചെയ്തേക്കുന്നത് എത്ര മണി എന്നാണ്, ഡേറ്റ്, കോൾ ഒറിജിനേറ്റ് ചെയ്തേക്കുന്ന ടൈം, കോൾ അവസാനിച്ചേക്കുന്ന ടൈം അത് കാണും. പിന്നെ ടവർ ലൊക്കേഷൻ, ഏത് ടവറിൻ്റെ ലൊക്കേഷൻ, ഇത്രയും ഉള്ളൊരു ചാർട്ട് സാധാരണ അവർ തരാറുണ്ട്. കോടതിയിലൊക്കെ എൻ്റെ മുമ്പിലൊക്കെ ഒരുപാട് കിട്ടിയിട്ടുള്ളതാണ്. ഇതുപോലുള്ള ഒരു ചാർട്ട് ഇപ്പോൾ തന്നെ അവർ കളക്ട് ചെയ്ത് വെക്കേണ്ടത് അനിവാര്യതയാണ് അതിനകത്ത്. ഇത് എന്നാലേ ഇത് പ്രിസർവ് ചെയ്യാൻ പറ്റുള്ളൂ എവിഡൻസ്. അത് കമ്പനിയായിട്ട് തന്നെ ചോദിച്ചു സർട്ടിഫൈഡ് ആയിട്ടുള്ള കോപ്പി, അത് ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് റെക്കോർഡ്. ആ ഇലക്ട്രോണിക് റെക്കോർഡ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കോടതിയിൽ. ആ റെക്കോർഡ് വാങ്ങി വെക്കണം. ഇത് മാത്രമല്ല, ഇത് ഇൻവെസ്റ്റിഗേഷൻ ഒരുപാട് സഹായിക്കും. കാരണം ഇതിൻ്റെ പുറയിൽ എന്തെങ്കിലുമുള്ള കോൺസ്പിറസി, അതേപോലെ ഇതിനകത്ത് യഥാർത്ഥത്തിൽ ആക്ച്വലി ഉൾപ്പെട്ടേക്കുന്ന ആളുകൾ ആരാണ്, ഒരു വൈഡായിട്ടുള്ള ഒരു കോൺസ്പിറസി ഇതിനകത്ത് ഇല്ല എന്ന് പറയുന്ന ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. കാരണം ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു 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 കഥയാണ്, ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഈ മരണം ഉണ്ടായിരിക്കുന്നത്. അത് ഏത് വിധത്തിലാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അല്ലാതെ ചുമ്മാതെ ഒരു ദിവ്യയിലേക്ക് മാത്രം ഒതുങ്ങി ഇപ്പോൾ അങ്ങ് പോയി കഴിഞ്ഞാൽ ദിവ്യ അതിൽ നിന്ന് ഉരിയെടുത്തുകൊണ്ട് പോകാൻ ഇവർക്കൊക്കെ പറ്റും. അതിനുള്ള പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞത്, എത്രയും നേരത്തെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസി ഇത് അന്വേഷിച്ചില്ലെങ്കിൽ ഈ ദിവ്യ എന്ന് പറയുന്ന ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേതാവ്, അവിടെ കണ്ണൂരിൻ്റെ മുഖ്യമന്ത്രി എന്നാണ്
ആ സ്ത്രീയെ അറിഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പോൾ ആണെന്നൊന്നും എനിക്ക് അറിയില്ല മുഖ്യമന്ത്രിയാണെന്ന്. ഏതായാലും ഈ ഇങ്ങനെയുള്ള ഒരാളിനെതിരെ ഒരു അന്വേഷണം നടത്തുമ്പോൾ അയാളെ മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ഇതൊന്നും എങ്ങും എത്തത്തില്ല. ഈ പ്രശാന്തൻ എന്നൊക്കെ പറയുന്ന വളരെ വലിയ കുഴപ്പക്കാരനും കള്ളനുമാണെന്നും ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. കാരണം അയാൾ കൊടുത്തേക്കുന്ന ആപ്ലിക്കേഷനും അതും ഒക്കെ അയാളിപ്പോൾ പറയുന്നത് എന്താ, അയാൾക്ക് 2-3 ഒപ്പുണ്ടെന്ന്. 2-3 ഒപ്പിടുന്ന ഒരുത്തിനെ പിടിച്ചാൽ അകത്തിടണം യഥാർത്ഥത്തിൽ. അതാ ചെയ്യേണ്ടത്. അതായത് ഈ മുഴുവൻ കള്ളത്തരത്തിന് വേണ്ടി ചെയ്യുന്ന ആണ്. ഒരു പൗരനും അത് ചെയ്യാനുള്ള അവകാശമില്ല. അപ്പോൾ ഈ രീതിയിൽ ആണ് ഇപ്പോഴത്തെ ഇൻവെസ്റ്റിഗേഷൻ പോകുന്ന പോക്ക്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഈ കുടുംബാംഗങ്ങൾ നേരത്തെ തന്നെ എത്രയും പെട്ടെന്ന് ഈ തെളിവുകൾ നശിപ്പിക്കുന്നത് വരെ നോക്കിയിരിക്കാതെ ഇതിന് ഒരു ഇൻഡിപെൻഡൻ്റ് ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനായിട്ടുള്ള ഒരു നടപടി എടുക്കേണ്ടതാണ്. അതിനി അവർ ചെയ്യണം, അത് അവരുടെ കാര്യം. അവർ ചെയ്യുന്നോ ചെയ്യുന്നില്ല എന്നുള്ളത് അവർ തീരുമാനിച്ചോട്ടെ. അവർക്ക് രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഒന്നും ചെയ്യാൻ വയ്യ എന്ന് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല. കാരണം അത് അവരുടെ രാഷ്ട്രീയം. ഞങ്ങളുടെ നേതാവിനെ ഞങ്ങൾ കൊന്നാൽ നിങ്ങൾക്ക് എന്താന്ന് ചോദിക്കുന്നത് പോലാണ് എന്നുള്ള ഒരു ചോദ്യം വരും. അതുകൊണ്ട് അത് ഈ കാര്യമില്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഇപ്പം ചെയ്തേക്കുന്ന ഈ നടപടി എന്ന് പറഞ്ഞാൽ ഈ എവിഡൻസ് പ്രിസർവ് ചെയ്യണമെന്ന് അവർ പറയുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇത് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കൊടുത്തേക്കുന്നതെങ്കിൽ പോലും അതല്ലാതെ ഹൈക്കോടതി കൊടുക്കാമായിരുന്നു. അത് മജിസ്ട്രേറ്റ് കോടതി എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ മാത്രം മതി, അങ്ങനെ ഓർഡർ ചെയ്യുന്നില്ലെങ്കിൽ മാത്രം മതി ചെയ്യാൻ. പക്ഷേ അത് എവിഡൻസ് കളക്ഷനാണ്. ഇൻവെസ്റ്റിഗേഷൻ്റെ സ്റ്റേജിൽ ഒരു മജിസ്ട്രേറ്റിന് എത്രമാത്രം അങ്ങോട്ട് കടന്നു പോകാം എന്നുള്ളൊരു ലീഗൽ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. കാരണം അത് കോടതി കിടക്കുന്ന പെൻഡിങ് മാറ്റർ ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നില്ല. ഒരു ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജുവിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ഒഴിച്ചാൽ അതിനകത്ത് മാത്രമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞേക്കുന്നത് ഒരു മജിസ്ട്രേറ്റിനെ ഇൻവെസ്റ്റിഗേഷനിൽ എയ്ഡ് ചെയ്യാം എന്നുള്ളത്, ഡയറക്റ്റ് ചെയ്യാം എന്നുള്ളതും ഇൻവെസ്റ്റിഗേഷനകത്ത് സൂപ്പർവിഷൻ നടത്താം എന്നുള്ള ഒരു രീതിയിൽ ഒരു ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ, അതായത് നമ്മൾ ഫോളോ ചെയ്യുന്ന അഡ്വേഴ്സറിയൽ സിസ്റ്റം എന്ന് പറയുന്നതിനകത്ത് യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ സ്റ്റേജിൽ മജിസ്ട്രേറ്റിന് ഒരു ഇൻ്റർഫിയറൻസും പറ്റുന്നില്ല. കോടതിക്ക് ഇൻ്റർഫിയറൻസ് ഇല്ല യഥാർത്ഥത്തിൽ. ആകെ ഉള്ള ഒരു കാര്യം, ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ അത് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു, അതിനുശേഷം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഹൈക്കോടതിക്കാണെങ്കിൽ വളരെ പരമമായ അധികാരങ്ങളുണ്ട്. ആർട്ടിക്കിൾ 226 മാത്രം 227 വളരെ വലിയ അധികാരങ്ങളുണ്ട്, വിപുലമായ അധികാരങ്ങളുണ്ട് കേട്ടോ. അത് ഈ ക്രിമിനൽ കേസുകളിൽ അത് ഹൈക്കോടതിക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അത് ഇനി അവരാലോചിച്ചിട്ട് അവർ ചെയ്തോട്ടെ, അവരുടെ നിയമവശം അവർ നോക്കിയിട്ട് ചെയ്താൽ മതി. പക്ഷേ ഇത് എത്രയും പെട്ടെന്ന് വേറെ ഏജൻസിക്ക് കൈമാറുന്നില്ലെങ്കിൽ ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടും. ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനികൾ കൊടുക്കാതിരിക്കത്തില്ല. കൊടുത്തേ വെക്കുള്ളൂ, അവർക്ക് ബാധ്യതയുണ്ട് കൊടുക്കാൻ. മൊബൈൽ കമ്പനികൾ അവർ കൊടുക്കണം. ഏത് കമ്പനിയാണെന്ന് വെച്ചാൽ അത് അവർ കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ അത് ചോദിക്കാതിരുന്നാൽ കിട്ടത്തില്ല. അത് ചോദിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോന്നിന് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിനെ ഉന്തിവിടുന്ന ഒരു ജോലി ഏറ്റെടുത്തേക്കാണ് ആ കുടുംബം എന്നാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് അതിനു വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് അവർ തന്നെ ചിന്തിക്കട്ടെ. ഇത് യഥാർത്ഥത്തിൽ കാലം കഴിയുന്തോറും ഈ മുറിവുകൾ മാഞ്ഞു പോവും എന്നറിയാം. ഇപ്പോൾ PP ദിവ്യയ്ക്ക് സപ്പോർട്ടുമായിട്ട് ഒരുപാട് ആളുകൾ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. വളരെ കൂടുതൽ ആളുകളുണ്ട്. PP ദിവ്യ വലിയ നേതാവാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പോകുന്നുണ്ട്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അട്ടിമറിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അതിന് പോലീസിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം കണ്ണൂരിൻ്റെ മുഖ്യമന്ത്രി എന്നറിയപ്പെട്ടിരുന്ന ഒരാളിനെതിരെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ പോലീസിൻ്റെ കൈകളും ബന്ധിക്കപ്പെട്ടിരിക്കും. ഇപ്പോൾ അതാണ് കാര്യം. അതുകൊണ്ട് പോലീസിനെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ കാര്യമില്ല. കാരണം പോലീസിനൊന്നും ചെയ്യാനുള്ള കഴിവില്ല. അവർ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ്, അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്നു, അവരെ ചെവിയിൽ പഞ്ഞി കുത്തി കയറ്റി വെച്ചേക്കാണ്. അവരൊന്നും കേൾക്കുന്നില്ല, ഒന്നും കാണുന്നില്ല. അവർക്ക് ഈ ഒരു അന്വേഷണം അവർ നടത്താൻ പറ്റുകയല്ല അവർക്ക്. നമ്മൾ അതിൻ്റെ മാത്രം കുറ്റമല്ല, പ്രത്യേകിച്ച് കണ്ണൂർ എന്ന് പറയുന്ന ഒരു ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രത്യേകതയും കൂടാണത്. അപ്പോൾ ഈ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഇപ്പോൾ അതിനെ എയ്ഡ് ചെയ്യാനായിട്ട് ഈ കുടുംബാംഗങ്ങൾ ഇറങ്ങേണ്ട ഗതികേടാണ്. എന്തുമാത്രം ഗതികേടാണെന്ന് നോക്കിക്കോളൂ. ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയും അച്ഛൻ നഷ്ടപ്പെട്ട 2 പെൺമക്കളും ആയിട്ട് ഈ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, ഇന്ന തെളിവ് ശേഖരിക്കണം, ഇന്ന തെളിവ് പ്രിസർവ് ചെയ്യണം എന്ന് പറഞ്ഞിറങ്ങേണ്ട ഗതികേട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞാൽ നാണമില്ലേ നമ്മുടെ ബഹുമാനിപ്പനായ ആഭ്യന്തരമന്ത്രി? ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ? ഇതൊക്കെ ഈ രീതിയിൽ വേണമെന്ന് നിങ്ങൾ തന്നെ ഉത്തരവ് കൊടുക്കേണ്ടത്. ഇത് കോടതി പോകേണ്ട കാര്യമുണ്ടോ? ഇത് പോലീസ് ഉദ്യോഗസ്ഥർ വേണ്ടേ ഇത് കാണാൻ?
ഇവിടെ DGP മുതൽ താഴോട്ടുള്ള ആളുകളുണ്ടല്ലോ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വരെ, അവർ കാണണ്ടേ? ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്നത് നിങ്ങൾ SIT എന്നുള്ളതിൻ്റെ പേര് മാറ്റി SPG എന്നാക്കണം. നിങ്ങൾ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, പ്രൊട്ടക്റ്റിംഗ് ദിവ്യ എന്നാക്കണം നിങ്ങളതിൻ്റെ പേര്. ആ രീതിയിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ. ഈ കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഇറങ്ങി നോക്കുകയാണ്, ഇന്ന തെളിവ് ശേഖരിക്കണം, ഇന്നാരെ ചോദ്യം ചെയ്യണം. ഇത് അവരാണോ പറയേണ്ടത്? നിങ്ങൾക്കൊക്കെ നാണമില്ലേ ഈ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞുള്ള ഈ ഇതും കൊണ്ട് ചെപ്പടി വിദ്യയും കൊണ്ട് നടക്കാൻ?